ഹലോ എവ്രി വൺ. നിങ്ങൾ ഒ ഇ ടി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ ഇപ്പോൾ, അതോ അല്ലെങ്കിൽ ഒ ഇ ടി എക്സാം ബുക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് ഒ ഇ ടി എക്സാം ബുക്കിങ്ങിൽ വന്നിട്ടുള്ളൊരു തട്ടിപ്പ് കാരണം അവരുടെ ഒ ഇ ടി റിസൾട്ട്, അതായത് അവർ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുള്ള ക്ലബിങ്ങിന് എലിജിബിൾ ആയിട്ടുള്ള അവരുടെ ഒരു ഒ ഇ ടിയുടെ റിസൾട്ട് ഒ ഇ ടിയുടെ സൈഡിൽ നിന്ന് വിഡ്രോ ചെയ്യുണ്ടായി. ഓക്കെ, എക്സാം ബുക്കിങ്ങിലെ തട്ടിപ്പ് അല്ലെങ്കിൽ ഫ്രോഡലന്റ് ആക്ടിവിറ്റി. എന്തൊക്കെയാണ് ഈ ഒരു എക്സാം ബുക്കിംഗ് തട്ടിപ്പിൽ നടന്നതെന്നുള്ള കാര്യമാണ് ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് ആർക്കും തന്നെ പറ്റാതിരിക്കട്ടെ. സോ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് മല്ലൂന സിംഗപ്പൂർ. ഞാൻ കൃഷ്ണ. സോ ഞാൻ പറഞ്ഞ പോലെ ഒ ഇ ടി എക്സാമിൻ്റെ ബുക്കിംഗ് തട്ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്ക് പരിചയമുള്ള ഒരു കുട്ടിക്ക് ഇതേപോലത്തെ ഒരു അനുഭവം വന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വന്നു. അപ്പോഴാണ് അറിയുന്നത്, ലൈക്ക് ഈ നമ്മുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം, ഇപ്പം April 15 29 എക്സാം കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഒരുപാട് പേരുടെ റിസൾട്ട്സ് വിറ്റ്ഹെൽഡ് ചെയ്തു, മാൽ പ്രാക്ടീസ് കാരണം വിഡ്രോ ചെയ്തു, കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ അതിന് മുന്നേയും, അതായത് റിസൾട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിംഗ് ഒന്നും അല്ലാതെ തന്നെ എക്സാമിൻ്റെ ബുക്കിങ്ങിനകത്ത് തന്നെയും ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത് ഗ്രൂപ്പ് ബുക്കിങ്ങിൻ്റെ സമയത്താണ്. ഓക്കെ, അപ്പോൾ പല 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 സ്ഥലങ്ങളിലും ഇതേപോലെ ഗ്രൂപ്പ് ബുക്കിംഗ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ബുക്കിങ്ങിലോട്ട് പിള്ളേരെല്ലാവരും ചാടിപ്പോകുന്നത് വെച്ചാൽ അതിൻ്റെ മെയിൻ റീസൺ ഒരു 2000 രൂപയോ 1500 രൂപയുടെ വ്യത്യാസം വരും ആ ഒരു എമൗണ്ടിനകത്ത്. ആ ഒരു വ്യത്യാസം കരുതി നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇതേപോലത്തെ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയാം. അത് കൂടുതലും കുട്ടികൾ ചിലപ്പോൾ പറയുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാനും, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ അതിൽ നിങ്ങൾ കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഇനി ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ, ഇപ്പോൾ UK യിലുള്ളവർക്കോ അല്ലെങ്കിൽ പുറത്തുള്ളവർക്കോ മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒ ഇ ടിയുടെ എക്സാം ബുക്ക് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത്. അത് ഒ ഇ ടിയുടെ അവരുടെ വെബ്സൈറ്റിൽ കയറി പോകുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ യൂസ് ചെയ്യാം. പക്ഷേ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നാട്ടിലുള്ള മിക്കവാറുള്ള ഡെബിറ്റ് കാർഡ്സിനൊന്നും തന്നെ ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ഓൺ ആയിരിക്കില്ല. ഓക്കെ, ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പം നിങ്ങളുടെ അതാത് ബാങ്കിൽ പോയി നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇന്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ ആ കാർഡിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ കാർഡ് വെച്ച് ബുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഗ്രൂപ്പ് ബുക്കിങ്ങിൻ്റെ സമയത്ത് 2000 രൂപയുടെ 1000 രൂപയുടെ വ്യത്യാസം വരുന്നത് വെച്ചിട്ട് എല്ലാവരും കൂടെ കയറി ഗ്രൂപ്പ് ബുക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഈ ആൾക്ക് പറ്റിയത്, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് പറ്റിയത്. ഓക്കെ, അപ്പോൾ അവരൊരു ഏജന്റ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരൻ ഇത് ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു 2000 രൂപ വെച്ചിട്ട് കുറയുന്നു എന്തായാലും. ഓക്കെ, അവരിതെല്ലാം ചെയ്ത് സെപ്റ്റംബർ, അതായത് കഴിഞ്ഞ 2022 സെപ്റ്റംബർ എക്സാമിന് വേണ്ടിയിട്ടാണ് അവർ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്ത് കൊടുക്കുന്നു, പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഏജന്റ് വേറെ ഏതോ സ്ഥലത്ത്, ദൂരെയുള്ള ഏതോ സ്ഥലത്തുള്ള ഏജന്റിനാണ് ഈ പൈസ എല്ലാം മറിച്ച് കൊടുക്കുന്നതെന്നാണ് ഈ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർ ഈ ബൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇവരുടെ ഒ ഇ ടി എക്സാം ബുക്ക് ചെയ്ത് കിട്ടുന്നു. ഓക്കെ, അവർക്ക് അതിൻ്റെ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നു, അവർ എക്സാമും എഴുതുന്നു. ഓക്കെ, ഇതെല്ലാം നടന്നു എന്തായാലും. അപ്പോൾ ഇതിന് ശേഷമാണ് ബാക്കി സംഭവങ്ങളെല്ലാം, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇതിന് ശേഷം എഴുതി ആ കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ അവർക്ക് ക്ലബിംഗ് സ്കോറിന് എലിജിബിൾ ആയിട്ടുള്ള സ്കോർ കിട്ടുന്നു. ദെൻ അതിനുശേഷം 2023 എത്തുന്നു. അവർ വീണ്ടും 1-2 എക്സാംസ് എഴുതേണ്ടി വന്നു അവർക്ക്. പക്ഷേ റീസെൻ്റ് ആയിട്ട് എഴുതിയൊരു എക്സാമിന് അവർക്ക് ആ എക്സാമിൻ്റെ സ്കോറും 2022 സെപ്റ്റംബറിൽ എഴുതിയ സ്കോറിട്ട് ക്ലബ് ചെയ്യാൻ ഓപ്ഷനബിൾ ആണെന്നുള്ള കാര്യം അവർ അറിയുന്നു. ഓക്കെ, അതിനുശേഷം അവരുടെ ഒ ഇ ടി പേജിനകത്ത് അവർ കയറുന്നു. ഒ ഇ ടി പേജിനകത്ത് അവരുടെ പ്രൊഫൈലിനകത്ത് കയറി അവർ നോക്കുമ്പോൾ അവർ 2022 സെപ്റ്റംബറിൽ ഇതേപോലെ ഏജൻറ്റിൽ കൊടുത്ത് ബുക്ക് ചെയ്ത് എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് എന്തില്ല, അവിടെ അവൈലബിൾ അല്ല, അത് മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അങ്ങനെ അവർ ഒ ഇ ടിനെ കോൺടാക്ട് ചെയ്യുന്നു. ഒ ഇ ടിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, ലൈക്ക് നിങ്ങൾ എഴുതിയ 2022 സെപ്റ്റംബറിൽ എഴുതിയ എക്സാമിൻ്റെ ബുക്കിങ്ങിൽ വന്നിട്ടുള്ള പേയ്മെൻറ്റിൽ ഫ്രോഡലന്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് കാരണം ആ റിസൾട്ട് ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ 2 മാസത്തിനിപ്പുറം തന്നെ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒ ഇ ടിയുടെ സൈഡിൽ നിന്ന്, അത് വിഡ്രോ ചെയ്യുകയാണ്. അതിനു വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻസ്ട്രക്ഷൻസ് അടക്കം നിങ്ങൾക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ കുട്ടികളത് വിട്ടുപോയി, സ്പാം ബോക്സിലോ അങ്ങാണ്ടാണ് അത് വന്നത് ആ മെയിൽ. അവർ വീണ്ടും അത് ചെക്ക് ചെയ്യുന്നവരുടെ അഡ്വൈസ് കേട്ടിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ മെയിൽ അവർക്ക് 2022 നവംബറിൽ, അതായത് എക്സാം എഴുതി 2 മാസത്തിനിപ്പുറം അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒ ഇ ടിയുടെ സൈഡിൽ നിന്ന്. അതായത് ഈ നിങ്ങൾ കൊടുത്തിട്ടുള്ള ബുക്കിംഗ് ചെയ്ത സമയത്ത് ആ ഏജൻസി എന്ന് എടുത്ത് പറയുന്നില്ല അവർ, അതായത് ലൈക്ക് അവരെ ഏജൻസി ആണോ അല്ല എന്നുള്ളവർ നോക്കേണ്ട ആവശ്യം ഒ ഇ ടിക്കില്ല. അപ്പോൾ പറയുന്നത് ഈ കാൻഡിഡേറ്റ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റിനകത്ത് വന്നിട്ടുള്ള ട്രാൻസ്ഫർ ഫ്രോഡലന്റ് ആക്ടിവിറ്റി ആണ് എന്നുള്ള കാര്യം അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് വിഡ്രോ ചെയ്യാണ്, റിസൾട്ട് പബ്ലിഷ് ചെയ്താണ്. അവർ അത്രയും പ്രതീക്ഷയായിട്ട് അവർക്കിപ്പോൾ ക്ലബിങ്ങിന് അവൈലബിൾ ആയപ്പോൾ നോക്കാൻ പോയപ്പോഴാണ് ഈ കുട്ടികൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അപ്പം എത്രത്തോളം അവർ
കൈൻഡ് ഓഫ് സ്ട്രഗിളിലായി കാണുന്നു നിങ്ങളത് ആലോചിച്ച് നോക്കുക അല്ലേ, എന്തുമാത്രം രൂപയായിരിക്കും അന്ന് കൊടുത്തത്. അപ്പം ഒ ഇ ടിയുടെ സൈഡിലുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കാര്യം ഒ ഇ ടി ഇതിനകത്ത് ക്ലിയർ ആയിട്ട് അവർക്ക് ഒരൊറ്റ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, എന്തായാലും മെയിനായിട്ട്. അപ്പോൾ ഒ ഇ ടി അതിനകത്ത് ക്ലിയർ ആയിട്ട് ഈ മെയിലിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറയുന്നുണ്ട്, ഇവർ പറഞ്ഞിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ വിഡ്രോ ചെയ്തിട്ടുള്ള റിസൾട്ട് അവർ റിലീസ് ചെയ്യും. പക്ഷേ അതിന് കാൻഡിഡേറ്റ് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒ ഇ ടിയുടെ അവർ പറഞ്ഞിരിക്കുന്ന ഒഫീഷ്യൽ പേജിലോട്ട് പോവുക, അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് പേജിലേക്ക് പോവുക, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോം കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് അവർക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ആ അക്കൗണ്ടിലേക്ക്, ഏത് അക്കൗണ്ടിലേക്കാണ് അവർ പേയ്മെന്റ്, ഈ നേരത്തെ അടച്ച അതേ എക്സാം ഫീസ് തന്നെ വീണ്ടും അവർ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒ ഇ ടി പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ വിത്ത്ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസൾട്ട് എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പം എത്രമാത്രം നഷ്ടം, അന്നൊരു 2000 രൂപയ്ക്കോ ഒരു 1000 രൂപയ്ക്കോ ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കുന്ന കാശാണ്. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ബുക്കിങ്ങിന് പോയാൽ നമുക്ക് ഇത്രയും രൂപ ഒന്ന് മാറി കിട്ടുവാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഗ്രൂപ്പ് ബുക്കിങ്ങിന് പോകുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്യുക, നിങ്ങൾ എവിടെയാണോ ഗ്രൂപ്പ് ബുക്കിങ്ങിന് പോകുന്നത് അവിടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂസ് കാരണമായിരിക്കും പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ ഒരു ഇൻഫർമേഷൻ. നിങ്ങൾ ഒ ഇ ടിയുടെ പേയ്മെൻറ്റ് പേജ് ചെക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ട്രാൻസാക്ഷൻ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ചില സമയങ്ങളിൽ ഓക്കെ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ചെയ്തിരുന്ന ആൾക്കാർ കാണും, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ കോഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു 2000 രൂപ 1000 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആണെന്നുണ്ടെങ്കിലും ശരി, കുഴപ്പമില്ല. നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അത്രയും സത്യസന്ധമായി നിങ്ങൾ വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ മാത്രം ഇത് അവർക്ക് കൊടുക്കുക. ഓക്കെ, കാര്യം ഇത് കഴിഞ്ഞ് ഈ ഏജന്റിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഈ കുട്ടികൾ ഏകദേശം 8-10ഓളം കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട്. അപ്പം അവരുടെ എല്ലാവരുടെയും സെയിം എക്സാമിനാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരനെ ഇവിടെ നാട്ടിലുള്ള ഏജന്റിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ കംപ്ലീറ്റ്ലി കൈമലർത്തി, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മറ്റേ പുറത്തുള്ള ആളെ കോൺടാക്ട് ചെയ്തു, അയാളൊന്നും പറയുന്നില്ല, അയാൾ ഭീഷണിപ്പെടുത്താണ് എന്നുള്ള രീതിയിലൊക്കെ തിരിച്ച് സംസാരിക്കുന്നത്. അപ്പം ആർക്ക് പോയി, ഈ ബുക്ക് ചെയ്ത കാൻഡിഡേറ്റ് ചെയ്ത കുട്ടിക്കും അവരുടെ ഫാമിലിയും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കാര്യങ്ങളാണ് അവർക്ക് പോയത്. അപ്പം ഞാൻ മെയിനായിട്ട് അവർക്ക് അഡ്വൈസ് ചെയ്ത കാര്യം, നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഒരു പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുക. കാര്യം ഇതെല്ലാം എൻക്വയറി ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിനകത്ത് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഇതെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒ ഇ ടിയുടെ ആ പേയ്മെൻറ്റ് പേജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. അതിനകത്തുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ദൈവം സഹായിച്ച് പുള്ളിക്കാരി അല്ലെങ്കിൽ ഫാമിലി അവർ കഷ്ടപ്പെട്ട് വീണ്ടും ആ കാശ് ഉണ്ടാക്കി വീണ്ടും ഒ ഇ ടി പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്ത് ആ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ആ കുട്ടിക്ക് റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് പേയ്മെൻറ്റ് ചെയ്തു, ആ പേയ്മെൻറ്റ് ഈ കുട്ടി പൈസയും കൊടുത്തു, എക്സാമും എഴുതി, പക്ഷേ അതിനുശേഷം റിസൾട്ട് വന്നു, റിസൾട്ട് വിത്ത്ഹോൾഡ് ചെയ്തു, വീണ്ടും റിസൾട്ട് റിലീസ് ചെയ്യാനായിട്ട് ആ കുട്ടി വീണ്ടും ആ പേയ്മെൻറ്റ്, അതൊരു ഡബിൾ പേയ്മെൻറ്റ് ചെയ്തു. അന്നൊരു 2000 രൂപയ്ക്ക് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു 30,000-35,000 രൂപ നമ്മൾ വീണ്ടും കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സംഭവിക്കുന്നുള്ളത് കൊണ്ടും അത് കൂടുതൽ ആൾക്കാർക്ക് ആർക്കും ഈ ഒരു ഇൻഫർമേഷൻ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ എക്സാം ബുക്കിങ്ങിന് നിങ്ങൾ, കാര്യം നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആയിപ്പോൾ, നമ്മളൊരു എക്സാം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സമയം കളഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. കാര്യം നമ്മൾ ഇത്രയും കുട്ടികൾക്ക് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സാർ നിങ്ങൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബുക്കിംഗ് ചെയ്തു തരുമോ, നമ്മൾ പറയുന്നത് നിങ്ങൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, എല്ലാം ഞാൻ അഡ്വൈസ് ചെയ്ത് കൊടുക്കും. അതായത് ഇങ്ങനെയാണ് നിങ്ങൾ ബാങ്കിൽ പോയി ഇത് ചെയ്യുക, ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എന്ത് നിങ്ങൾ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് ഇതെല്ലാം നിങ്ങൾ സാധാരണ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയ തുടങ്ങുന്ന പോലെ ഈസിയാണ് ഒരു ഒ ഇ ടി ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇതിനകത്തൊന്നും 100 കാര്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ താമസിയാതെ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തിടാം, ഒ ഇ ടി ലോഗിൻ അല്ലെങ്കിൽ ഒരു സൈനപ്പ് ചെയ്ത് എങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചതി പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെസ്സേജ് ഈ ഒ ഇ ടി പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒ ഇ ടി എക്സാം എഴുതാൻ താല്പര്യമുള്ളവരോ, അല്ലെങ്കിൽ ഇനി റീസെൻ്റായിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കാം. പിന്നെ ഈ ഒ ഇ ടി റിലേറ്റഡ് അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലായി, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ, ഫേസ്ബുക്ക് പേജിലാവട്ടെ, നമ്മുടെ വെബ്സൈറ്റിലാവട്ടെ, എല്ലാത്തിലും അതാത് ടൈമിൽ ഓരോന്നിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സും ന്യൂസസും ഇൻഫർമേഷൻസും എല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുക, ഒ ഇ ടിയുടെ ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. സോ നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒരു
എന്താ ഒന്നും മായം കലർത്താത്തുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് സേഫായിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പ്രൊസീഡ് ചെയ്ത് പോവുകയും ചെയ്യാം. കാര്യം പഠിച്ച് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഡ്യൂട്ടിയുടെ ഇടയിലും വർക്ക് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ച് ഒരു എക്സാം ക്ലിയർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിൻ്റെ ഇടയിലാണ് ഇത്രയും എക്സ്പെൻസീവായിട്ട് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യുന്നതും പഠിക്കുന്നതും എഴുതുന്നതല്ല. ഓക്കെ, അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു ചതിവ് പറ്റുന്നതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും പറ്റും എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അനുഭവങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അത് സോൾവ് ആയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അത് യൂസ് ആയിരിക്കും. കമൻറ്റ് സെക്ഷൻ വായിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഒരുപാട് കമൻറ്റുകൾക്ക് മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല തിരക്ക് കാരണം. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മാക്സിമം ഉള്ള കമൻസിനോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്തോ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുമ്പോഴോ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യുമ്പോഴോ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യുമ്പോഴോ ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇല്ലാത്ത പക്ഷമാണ് ഇതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കോമൺ ക്വയറി വരുമ്പോഴാണ് ഞാൻ അതെല്ലാം കൂടി ഒരു വീഡിയോ ആക്കിയിട്ട് വീണ്ടും യൂട്യൂബിലിടുന്നത്. അപ്പോൾ റിപ്ലൈ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാകരുത്, ഒന്നും തോന്നരുത് പ്രത്യേകിച്ച്. ബിക്കോസ് തിരക്കുകൊണ്ടാണ്, അറിയാം, ഡ്യൂട്ടി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ്. പക്ഷേ അതേപോലത്തെ കോമൺ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം തന്നെ വീഡിയോ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലോ ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ ആ പേജുകളോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക. ബാക്കി നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെയും ലിങ്കുകളെല്ലാം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എന്തായാലും. ഓക്കെ, ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് അതിനകത്തൊരു റിക്വസ്റ്റ് വന്നതിന് ശേഷം മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. ബിക്കോസ് നമുക്ക് ഒരുപാട് സ്കാമേഴ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സെക്യൂരിറ്റി ഓപ്ഷൻസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളത് ചോദിച്ചതിന് ശേഷം നിങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓക്കെ ആണ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരാളാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുള്ളൂ. കാരണം പ്രൈവസി ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലനസി കപ്പിൾ. ബൈ.